ഞാൻ പറയുന്നത് കേൾക്കാനും കഴിയുന്നുണ്ടോ? കാണാം. ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെക്ടർ കാൽക്കുലസ് ആണ്. നമുക്ക് അത് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെക്ടർ കാൽക്കുലസ്. ഞാൻ ചോദ്യം ചോദിക്കും. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ മൈക്കൊന്ന് ഓണാക്കിയിട്ട് ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു തരണേ. വെക്ടർ കാൽക്കുലസ് ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയാൻ കാരണം, ഈ വെക്ടർ കാൽക്കുലസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിക്കാൻ കഴിയില്ല. ഇലക്ട്രോഡൈനാമിക്സ് വെക്ടർ കാൽക്കുലസ് ഇല്ലാതെ നിങ്ങൾക്ക് അതിൽ ഒരൊറ്റ പ്രോബ്ലം പോലും ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, വെക്ടർ കാൽക്കുലസ് നമ്മൾ ഇവിടെ നിങ്ങൾ ഇനിഷ്യലി പഠിക്കുക ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ്. ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ്. ഓക്കെ, മീനാക്ഷി. ഓക്കെ, മീനാക്ഷി മൈക്കൊന്ന് ഓണാക്കി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ വെക്ടർ കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ കോളേജിൽ? ഞങ്ങൾക്ക് മെട്രിക്സ് ആദ്യം സാറ് തുടങ്ങിയത് വെക്ടർ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഉണ്ട്. നമുക്ക് അറിയാവുന്നത് ഏതൊക്കെയാ? കാർട്ടീഷ്യൻ, പ്ലെയിൻ പോളാർ, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, പ്ലെയിൻ പോളാർ, സ്പെരിക്കൽ പോളാർ, ദെൻ സിലിണ്ടറിക്കൽ. ഓക്കെ, കാർട്ടീഷ്യനിൽ നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ്. നമുക്കൊരു കാർട്ടീഷ്യൻ സിസ്റ്റം ഉണ്ട്. ഞാനിവിടെ ഒരു 2D പിക്ചറാണ് വരയ്ക്കുന്നത്. എക്സും വൈയും. എക്സും വൈയും. ഈ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ x1 y1 എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിൽ x1 എന്താ? മീനാക്ഷി അല്ലേ? മൈക്ക് ഓഫ് ആക്കല്ലേ? ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ ഓഫ് ആക്കിയാൽ മതി. ഓക്കെ, x1 എന്താ? അതായത് എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ്. ഇതിനെ നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും, x1. അതേപോലെ y1 എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഒരു വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റം എന്തിനാ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം? പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ, സ്പേസിൽ പോയിന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ x1 y1 എന്ന് പറഞ്ഞാൽ അത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണ്. ഇപ്പൊ x1 y1 z1 എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ്, z ഇന്റർസെപ്റ്റ്. ഓക്കെ, അതപ്പം x1 എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് എക്സ് ഇന്റർസെപ്റ്റിലേക്കുള്ള ദൂരം, y1 എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് y ഇന്റർസെപ്റ്റിലേക്കുള്ള ദൂരം, z1 എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് z ഇന്റർസെപ്റ്റിലേക്കുള്ള ദൂരം. നമ്മൾ ബാക്കി 3 കോർഡിനേറ്റ് സിസ്റ്റവും ഡിഫൈൻ ചെയ്യുന്നത് ഈ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി പ്ലെയിൻ പോളാർ സിസ്റ്റം. അതൊരു 2 ഡയമെൻഷണൽ സിസ്റ്റം ആണ്. ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാ? ആറും തീറ്റയും. ദെൻ നമ്മളത് കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് 0, ഇത് എക്സ്, ഇത് വൈ. ദെൻ നമുക്കിവിടെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണം. കാർട്ടീഷ്യൻ സിസ്റ്റം ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, x1 y1 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പ്ലെയിൻ പോളാർ സിസ്റ്റം ആകുമ്പോൾ നമ്മൾ ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് r തീറ്റ എന്ന രീതിയിലാണ്. ബട്ട് ഇവിടെ r എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. r എന്താ? ഒറിജിനിൽ നിന്ന് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഒറിജിനിൽ നിന്ന്
ഒറിജിനിൽ നിന്ന് നമ്മളുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഓക്കെ, തീറ്റ എന്തായിരിക്കും? ആ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ലൈനും എക്സ് ആക്സിസും മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ, ഇതിനെ പൊസിഷൻ വെക്ടർ എന്നും വിളിക്കും, വെക്ടർ ആർ. ഈ പൊസിഷൻ വെക്ടറും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഇതാണ് പ്ലെയിൻ പോളാർ സിസ്റ്റത്തിൽ ഒരു പോയിന്റ് പറയുന്നത്, ആർ തീറ്റ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മീനാക്ഷി മൈക്ക് ഓഫ് ആയിക്കോ, ബിൻസി മൈക്ക് ഒന്ന് ഓണാക്കോ. അപ്പൊ നമുക്ക് സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ വേരിയബിൾസ് ഏതൊക്കെയാ? ആർ തീറ്റ ഫൈ. സ്പെരിക്കൽ പോളാർ സിസ്റ്റം ഇപ്പുറം വരയ്ക്കാം, അടുത്ത പേജിൽ വരയ്ക്കാം. ഓക്കെ, അതും നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ആർ തീറ്റ ഫൈ എക്സ് വൈ ഇസഡ്. അതിന് മുമ്പ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാനിവിടെ എക്സ് വൈ ഇസഡ് എന്ന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇതിന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് നമുക്ക് തോന്നിയ ആക്സിസ് എക്സ് വൈ ഇസഡ് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരെങ്കിലും പറഞ്ഞു തന്നാൽ മതി. ഇപ്പൊ എനിക്ക് ഇത് എക്സ് എന്ന് എനിക്കിപ്പോ ഇവിടെ ഇത് എക്സ് ഇടുന്നു തോന്നി, എനിക്കിപ്പോ ഇവിടെ എക്സ് അതായത് നമുക്ക് 3 ആക്സിസ് ഉണ്ട്, 3 ഡയറക്ഷൻ ഉണ്ട്. ആ 3 ഡയറക്ഷൻ അല്ലെങ്കിൽ 3 ആക്സിസിന് നമുക്ക് ഇഷ്ടമുള്ള പേര് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഞാൻ ആദ്യം എക്സ് വൈ ഇസഡ് എന്ന് ഇട്ടു, ഇവിടെ ഞാൻ എക്സും വൈയും അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തു, ഇസഡ് ഇവിടെ ഇട്ടു. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും? നമുക്ക് തോന്നിയ പോലെ ഇടാൻ പറ്റില്ല. നമുക്കിതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ നോക്കിയിട്ടേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ റൂൾസ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എക്സ് ആക്സിസിലെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ തൽക്കാലം എക്സ് ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. വൈ ഡയറക്ഷനെ നമുക്ക് വൈ ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനെ ഇസഡ് ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്. ബട്ട് അതൊരു റെപ്രസെന്റേഷൻ ആണ്. എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഐ ക്യാപ്പ്, ഈ ജെ ക്യാപ്പ്, ഈ കെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതൊക്കെ റെപ്രസെന്റേഷൻ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഡയറക്ഷൻ കുറച്ച് റൂൾസ് ഒബേ ചെയ്യുമല്ലോ. അതായത് എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് എന്താ ബിൻസി? ഐ ക്രോസ് ജെ എന്താ? കെ അല്ലേ? അപ്പം എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് കിട്ടണ്ടേ? അതേപോലെ വൈ ക്യാപ്പ് ക്രോസ് എക്സ് ക്യാപ്പ് എന്താ? മൈനസ് ഇസഡ് ക്യാപ്പ്. ഇനി വേറൊരു വൈ ക്യാപ്പ് ക്രോസ് ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ക്യാപ്പ് ആണ്. ഇസഡ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യാപ്പ് ആണ്. ഈ റൂൾസ് ഇത് ഒബേ ചെയ്തിട്ടേ നമുക്ക് ഇതിനെ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൂൾസ് ഒബേ ചെയ്യണം. അതായത് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ ഒബേ ചെയ്യണം. എന്നാലേ നമുക്ക് ഇവിടെ ഞാൻ എക്സ് ഇട്ടാൽ ഇവിടെ വൈ, ഇവിടെ ഇസഡ്, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തെറ്റാണ്, ഈ റെപ്രസെന്റേഷൻ തെറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് വന്നത് എന്നതൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, എന്താണെന്നറിയില്ല, പഠിപ്പിക്കുമ്പോൾ ഒരു ടെൻഷൻ പോലെ, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഒന്ന് ഇടറുന്നത്. നിങ്ങളൊന്ന് മാനേജ് ചെയ്യുക. ഓക്കെ, എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് ഈക്വൽ ടു ഇസഡ് ക്യാപ്പ്. അപ്പം എക്സ് ക്രോസ് വൈ ഇസഡ് കിട്ടണം. അതായത് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂള് നമുക്കറിയണം. ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താം? അതായത് എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ ആ ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെ എഴുതും?
എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷൻ നേരെ താഴത്തോട്ടാണ്. സോ നമ്മൾ എങ്ങനെ ഇസഡ് ക്യാപ്പ് മുകളിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു? അത് ഈ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ ആണ്. ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും അറിയോ? ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂള് ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലേ? ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്തായാലും റൂൾ ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂള്. ഇതിന്റെ ഞാൻ എഴുതിയേക്കുന്ന പേര് കറക്റ്റ് അല്ല. റൂളിന്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല. ബട്ട് റൂളിന് എന്ത് പേരാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് ഏതാണെന്ന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. റൈറ്റ് ഹാൻഡ് എടുക്കുക. നിങ്ങളുടെ ഫിംഗേഴ്സ് മുഴുവൻ നിവർത്തി പിടിക്കുക. ഫിംഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തി പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എക്സ് ക്രോസ് വൈ. ഈ ക്രോസ് എന്ന് പറയുന്നതിന് ഒരു അർത്ഥം കൂടെ ഉണ്ട്. കേളെന്ന് കൂടി അർത്ഥമുണ്ട്. ക്രോസ് എന്ന് പറയുന്നതിന് കേള് എന്ന് കൂടി അർത്ഥമുണ്ട്. കേളെന്ന് പറഞ്ഞാൽ ചുരുക്കുക, ചുരുണ്ടിരിക്കാന്ന് കൂടിയുള്ള അർത്ഥമില്ലേ കേള്? നിങ്ങൾ എക്സ് ക്യാപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡയറക്ഷൻ കണ്ടെത്താൻ പോവുകയാണ്. ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ പോവുകയാണ്. നമ്മളുടെ റൈറ്റ് ഹാൻഡ് എടുത്തു. ഫിംഗേഴ്സ് മുഴുവൻ സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി പിടിച്ചു. നിങ്ങൾ ചെയ്യണേ, നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡ് നിവർത്തി പിടിച്ചു. എക്സിന്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് മുഴുവൻ പോയിന്റ് ചെയ്യുക. എക്സിന്റെ ഡയറക്ഷൻ. എക്സിൽ നിന്ന് വൈയിലേക്ക് കേള് ചെയ്യണം. എക്സ് ക്രോസ് വൈ. എക്സിൽ നിന്ന് വൈയിലേക്ക് കേള് ചെയ്യണം. അതായത് തമ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ഫിംഗേഴ്സും നിങ്ങൾ എക്സിൽ നിന്ന് വൈയിലേക്ക് കേള് ചെയ്യുക. എക്സിന്റെ ഡയറക്ഷനിൽ എല്ലാ ഫിംഗേഴ്സും ആദ്യം പിടിക്കുക. തമ്പ് പിടിക്കണ്ട, ബാക്കി 4 ഫിംഗേഴ്സ് പിടിച്ചാൽ മതി. എക്സിന്റെ ഡയറക്ഷനിൽ എക്സിൽ നിന്ന് വൈയിലേക്ക് നിങ്ങൾ കേള് ചെയ്യുക. എക്സിൽ നിന്ന് വൈയിലേക്ക് നിങ്ങൾ കേള് ചെയ്യുക. എക്സിൽ നിന്ന് വൈയിലേക്ക് കേള് ചെയ്യുക. എന്നിട്ട് തമ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ദെൻ തമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നോ അതായിരിക്കും ആ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ ഇസഡ് ക്യാപ്പ് ആണല്ലോ. അപ്പൊ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തത് അതാണ് ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ധാരാളം ആവശ്യമുള്ളതാണ് ഒരു കേളിന്റെ ഡയറക്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരണോ? ആർക്കെങ്കിലും ചോദിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്തേക്ക് പോയിക്കോട്ടെ. ഒന്നുകൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എൽ ക്രോസ് കെ എന്ന് പറയുന്നത് എം ആണെന്ന് വിചാരിക്കുക. എൽ ക്രോസ് കെ എന്ന് പറയുന്നത് എം ആണെന്ന് വിചാരിക്കുക. എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കെയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ദെൻ ഇതിപ്പം നിങ്ങളുടെ ബോർഡ് വെച്ച് നോക്കുമ്പോൾ എൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്, കെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അപ്പൊ എല്ലിന്റെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് മുഴുവൻ നിവർത്തി പിടിക്കുക. എല്ലിന്റെ ഡയറക്ഷനിൽ കെയിലേക്ക് കേള് ചെയ്യുക. കേള് ചെയ്യുക എന്ന് പറഞ്ഞാൽ മടക്കുക. എല്ലിൽ നിന്ന് കെയിലേക്ക് ഫിംഗേഴ്സ് മടക്കുക. തമ്പ് നിവർത്തി പിടിക്കുക. ആ തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും എമ്മിന്റെ ഡയറക്ഷൻ. എൽ ക്രോസ് കെ. എല്ലിൽ നിന്ന് കെയിലേക്ക് മടക്കുക. ദെൻ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് എമ്മിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആയോ? എന്നാൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലും കെയും വരച്ചു. ദെൻ എമ്മിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടിയത് ഇൻ ടു ദ പ്ലെയിൻ ആണോ അതോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ? മീനാക്ഷി എന്ന് പറയോ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. കറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ധാരാളം ആവശ്യം വരും. ഇലക്ട്രോഡൈനാമിക്സിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ആവശ്യം വരും. ഈ റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊന്നും അല്ല ഇതിന്റെ പേര്, ബട്ട് ഇതിന്റെ പേര് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈ റൂൾ ഉപയോഗിച്ചിട്ട് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിലേ ഈ ഫിഗർ ഞാൻ ഇവിടെ വരച്ച ഫിഗർ, എക്സിന്റെ ഡയറക്ഷൻ ഇതാണ്, വൈയുടെ ഡയറക്ഷൻ ഇതാണ്. ഇസഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് ചെയ്യാൻ കുറച്ച് പാടാണ്. എക്സ് ക്രോസ് വൈ, ഇസഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബിൻസി എന്ന് പറയോ? ബിൻസി, അത് നിങ്ങൾ കൈയൊന്ന് തലതിരിച്ച് പിടിക്കേണ്ടി വരും. എക്സിന്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ, വൈയുടെ ഡയറക്ഷൻ പ്ലെയിനിൽ നിന്ന് വെളിയിലേക്ക്. ദെൻ ഇസഡ് എങ്ങോട്ട് പോയിന്റ് ചെയ്യും? മുകളിലേക്കോ താഴത്തേക്കോ? ബിൻസി. ഓക്കെ, വേറൊരാള്. താഴോട്ടാണ്. ഓക്കെ, കറക്റ്റ് ആണ്. താഴത്തോട്ടായിരിക്കും ഇസഡിന്റെ ഡയറക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫിഗർ തെറ്റാണ്. ഇസഡിന്റെ ഡയറക്ഷൻ താഴത്തോട്ടാണ്. അപ്പം ഈ റൂള് നോക്കിയിട്ടേ നമുക്ക് ഈ എക്സ് വൈ ഇസഡ് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ റൂൾ ഒബേ ചെയ്യണം. ഓക്കെ, ഞാനത് നമ്മൾ പറയുന്നതിന്റെ കൂടെ പറഞ്ഞതാണ്. അപ്പം നമുക്ക് വീണ്ടും സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലേക്ക് പോവാം. സ്പെരിക്കൽ പോളാർ സിസ്റ്റം. ബിൻസി മൈക്ക് നോക്കണേ. സ്പെരിക്കൽ പോളാർ. അപ്പൊ നമുക്ക് ഏത് സിസ്റ്റം ആണെങ്കിലും കാർട്ടീഷ്യൻ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഓക്കെ. അപ്പൊ സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ വേരിയബിൾസ് എന്ന് പറഞ്ഞേ r, theta, phi. അപ്പം സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ r പറയും, തീറ്റ പറയും, ഫൈ പറയും. r, തീറ്റ, ഫൈ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ r എന്താ, തീറ്റ എന്താ, ഫൈ എന്താന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തരണം. r എന്താ? നമ്മൾ കൺസിഡർ ചെയ്ത ഒറിജിനിൽ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r. ഇതിനെ നമ്മളൊരു വെക്ടർ ആയിട്ട് എടുത്താൽ ഇത് പൊസിഷൻ വെക്ടർ r എന്ന് പറയാം. ഇപ്പൊ പറയണ്ട, ഇപ്പൊ r എന്ന് മാത്രം പറഞ്ഞാൽ മതി. r. തീറ്റ എന്താ? ആറും ഇസഡ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ. ദെൻ ഫൈ എന്താ? പ്രൊജക്ഷന്റെ. നമ്മൾ എന്ത് ചെയ്യും? ഈ ആറിനെ പ്രൊജക്ട് ചെയ്യിപ്പിക്കും എക്സ് വൈ പ്ലെയിനിലേക്ക്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങോട്ട് ആറിനെ പ്രൊജക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ പ്രൊജക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് r എന്ന് പറയുന്ന ദൂരം കുറയും. ഈ ദൂരം പിന്നെ എത്രയായി മാറും? ഈ ദൂരം r സൈൻ തീറ്റ ആയിട്ട് മാറും. ഈ ദൂരം. ദെൻ ഈ r സൈൻ തീറ്റ എന്ന് പറയുന്ന വെക്ടറും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. r സൈൻ തീറ്റ എന്ന് പറയുന്ന വെക്ടറും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. നമ്മൾ ഈ പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു തരണോ? നമുക്കൊരു വെക്ടർ അല്ലെങ്കിൽ ഒരു വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഒരു എക്സ് ആൻഡ് വൈ, ഇത് എക്സ്, ഇത് വൈ, ഇതാണ് നമ്മളുടെ വെക്ടർ. ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണെന്ന് വിചാരിക്കുക. എക്സും വൈയും തമ്മിൽ 90 ഡിഗ്രി അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് ഈ വെക്ടറിനെ എക്സ് ആക്സിസിലേക്കും പ്രൊജക്ട് ചെയ്യിപ്പിക്കാം, വൈ ആക്സിസിലേക്കും പ്രൊജക്ട് ചെയ്യിപ്പിക്കാം. എക്സ് ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ വെക്ടർ എ ആണെന്ന് വിചാരിക്കുക, വെക്ടർ എ. ദെൻ എക്സ് ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് എ കോസ് തീറ്റ ആയിരിക്കും. എ കോസ് തീറ്റ. വൈ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് എ സൈൻ തീറ്റ ആയിരിക്കും. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്. നമ്മളിവിടെ എക്സിലേക്കും വൈയിലേക്കുമാണ് ഈ വെക്ടറിനെ പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ പ്രൊജക്ട് ചെയ്യിപ്പിക്കാൻ കാരണം എക്സും വൈയും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ട്, 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി വേണം. ദെൻ ഏതെങ്കിലും ഇവിടെ എക്സ് ആക്സിസിൽ നിന്ന് നമ്മളുടെ എയിലേക്ക് എടുത്തേക്കുന്ന ആംഗിൾ ആണ് തീറ്റ.
തീറ്റയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റും അതിന് 90 ഡിഗ്രി ആയിട്ട് വരുന്നത് സൈൻ കമ്പോണന്റും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണാം. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഞാൻ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. എം എന്ന് വിളിച്ചു, ഇതിനെ എൻ എന്ന് വിളിച്ചു. എമ്മും എന്നും 90 ഡിഗ്രിയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണെങ്കിലേ 90 ഡിഗ്രി ആണെങ്കിലേ നമുക്ക് അവിടെ അങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു വെക്ടർ. ഈ വെക്ടറിനെ ഞാൻ എന്ത് വിളിക്കും? എൽ എന്ന് വിളിച്ചു. ഈ ആംഗിളിനെ ഞാൻ എന്തെന്ന് വിളിക്കും? ഇഷ്ടമുള്ളൊരു പേര് വിളിക്കാം. ഫൈ എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ ഈ വെക്ടർ എല്ലിനെ നമുക്ക് എമ്മിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാം, എന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാം. എമ്മിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന എത്രയായിരിക്കും? എന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന എത്രയായിരിക്കും? ഇവിടെ എന്നിന്റെ ഡയറക്ഷനിലാണ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ദെൻ ആംഗിളിന്റെ കൂടെ ഉള്ളത് കോസ് കമ്പോണന്റ് ആയിരിക്കും, കോസ് ഫൈ. അത് എൽ കോസ് ഫൈ ആയിരിക്കും. ഇവിടെ വരുന്നത് എൽ സൈൻ ഫൈ ആയിരിക്കും. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ആംഗിളിന്റെ കൂടെ വരുന്നത് കോസ് കമ്പോണന്റും അതിന് 90 ഡിഗ്രി അല്ലെങ്കിൽ മറ്റേ കമ്പോണന്റ് സൈൻ കമ്പോണന്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ആർ എന്ന് പറയുന്ന വെക്ടറിനെ, ഇവിടെ ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ദെൻ ഇസഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് എത്രയാ? തീറ്റ. കോസ് കമ്പോണന്റ് ആർ കോസ് തീറ്റ ആണ് ഇസഡ് കമ്പോണന്റ്. ദെൻ അതിന് 90 ഡിഗ്രി വരുന്ന ഈ പോയിന്റ്, ഈ പ്ലെയിൻ, അത് സൈൻ കമ്പോണന്റ്. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടറിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ആരായിരുന്നു? ബിൻസി തന്നെ ഒന്ന് പറഞ്ഞു തന്നെ. സിലിണ്ടറിക്കൽ R theta R phi z. R phi z. ഇതും നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. കാർട്ടീഷ്യൻ സിസ്റ്റം എക്സ് വൈ ഇസഡ്. നമുക്ക് ഇവിടെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ ആർ ഫൈ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ആറും ഫൈ ഇസഡ് എന്താന്ന് പറഞ്ഞാട്ട്. ആ പോയിന്റിൽ ഒറിജിനിന്ന് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 6. കുഴപ്പമില്ല, 6. പിന്നെ പോയോ? പിന്നെ ആരെങ്കിലും പറഞ്ഞു തരുമോ ആർ ഫൈ ഇസഡ് എന്താന്ന്? ഇസഡ് ആക്സിസ് മേക്ക് ചെയ്യുന്ന, ഇസഡ് ആക്സിസിലുള്ള കമ്പോണന്റ്. അതായത് ഇസഡ് ഇന്റർസെപ്റ്റ്. നമ്മളുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ പോലെ തന്നെ ഇസഡ് ഇന്റർസെപ്റ്റ് ആണ് ഇസഡ്. ഫൈ എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. പ്രൊജക്ഷൻ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ പ്രൊജക്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും. പ്രൊജക്ട് ചെയ്യിപ്പിക്കുമ്പോഴും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴുള്ള വ്യത്യാസം, പ്രൊജക്ട് ചെയ്യിച്ചപ്പോൾ നമ്മളുടെ ആർ സൈൻ തീറ്റ ആയിട്ട് മാറി. ബട്ട് നമ്മൾ ആ വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുമ്പം ആ ആറായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ദെൻ ഈ ആറും ഇതും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാട്ടോ, പ്രൊജക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ആംഗിളാന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ബട്ട് ഇത് മനസ്സിലായല്ലോ, ഈ ആംഗിളാണ് ഫൈ. കാരണം നിങ്ങളിവിടെ പ്രൊജക്ട് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ ആംഗിളാണ് ഫൈ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഈ ലെങ്ത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ ജനറൽ പുസ്തകത്തിൽ ഇങ്ങനെയാ കിടക്കുക.
റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. നിങ്ങൾ പ്രൊജക്ട് ചെയ്യിപ്പിച്ചു എന്നാണോ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു എന്നാണോ ക്ലാസ്സിൽ പഠിച്ചത്? പറഞ്ഞു തരുമോ? പഠിച്ചില്ലേ ഇത് സിലിണ്ടറിക്കൽ? സിലിണ്ടറിക്കലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ വരെ പഠിച്ചു. ഓക്കെ ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ പ്രൊജക്ട് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം പക്ഷെ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല. പുസ്തകത്തിലൊക്കെ കിടക്കുന്നത് നമ്മൾ ഈ ആറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരും, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ, സോറി, അപ്പം ഈ ലെങ്ത് 6 തന്നെ ആയിരിക്കും, അതിനുശേഷം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ ഓക്കെ, നമുക്ക് വീണ്ടും കാർട്ടീഷ്യനിലേക്ക് തിരിച്ചു വരാം. കാർട്ടീഷ്യൻ നിങ്ങളത് താഴെ താഴെ എഴുതുന്നതായിരിക്കും നല്ലത്. എനിക്ക് അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയത്. കാർട്ടീഷ്യൻ താഴെ, പോളാർ സ്പെരിക്കൽ പോളാർ അതിൻ്റെ താഴെ, സിലിണ്ടറിക്കൽ അതിൻ്റെ താഴെ എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെങ്ത് എലമെന്റ് ആണ്. ലെങ്ത് എലമെന്റ് നമ്മളുടെ 3 സിസ്റ്റം: കാർട്ടീഷ്യൻ, പ്ലെയിൻ പോളാർ, സ്പെരിക്കൽ പോളാർ, സിലിണ്ടറിക്കൽ. നമ്മളുടെ 4 സിസ്റ്റം. അതിലെ ലെങ്ത് എലമെന്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. വേരിയബിൾസ് എന്ന് പറയുന്നത് XYZ ആണെന്ന് പറഞ്ഞു തന്നു. ഇവിടെ R തീറ്റ ആണെന്ന് പറഞ്ഞു തന്നു. ഇവിടെ R തീറ്റ ഫൈ ആണെന്ന് പറഞ്ഞു തന്നു. ഇവിടെ R ഫൈ Z ആണെന്ന് പറഞ്ഞു തന്നു. ഈ ലെങ്ത് എലമെന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ വേരിയബിളിന്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ കാർട്ടീഷ്യൻ ഇതാണല്ലോ X ഡയറക്ഷൻ. നമ്മളുടെ പോയിന്റിനെ X ഡയറക്ഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കും. ദെൻ ഇവിടെ ഒരു ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുമല്ലോ, DL, അതാണ് ലെങ്ത് എലമെന്റ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിങ്ങൾ X ഡയറക്ഷനിൽ ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് എലമെന്റ് DX ആയിരിക്കും. വേറെ വ്യത്യാസം ഒന്നും ഇവിടെ സംഭവിക്കില്ല. അതേപോലെ നമ്മളുടെ പോയിന്റിനെ Y ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഒരു ലെങ്ത് എലമെന്റ് DL DY ആയിരിക്കും. അതേപോലെ Z ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് എലമെന്റ് DZ ആയിരിക്കും. കാർട്ടീഷ്യൻ സിസ്റ്റം വളരെ എളുപ്പമാണ്. DX DY DZ. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒരു 2 ഡയമെൻഷൻ അല്ലേ? എക്സ് വൈ. ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് 6. ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, നമ്മൾ ലെങ്ത് എലമെന്റ് എന്തെന്നാ പറഞ്ഞത്? നമ്മളുടെ വേരിയബിളിന്റെ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യണം. വേരിയബിളിന്റെ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ലെങ്ത് എലമെന്റ്. അപ്പൊ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വേരിയബിളിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് അറിയണം. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയായിരുന്നു. പ്ലെയിൻ പോളാർ സിസ്റ്റത്തിൽ നമ്മളുടെ വേരിയബിൾസ് ആയ ആറിന്റെയും തീറ്റയുടെയും ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആരെങ്കിലും പറഞ്ഞു തരുമോ? ആറിന്റെയും തീറ്റയുടെയും ഡയറക്ഷൻ എങ്ങോട്ടാണ്? ജസ്റ്റ് നിങ്ങൾക്ക് റാൻഡമായിട്ട് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല. ഒരു ഊഹമെങ്കിലും ആറിന്റെയും തീറ്റയുടെയും ഡയറക്ഷൻ എങ്ങോട്ടാണ്? ജോർജ് മൈക്കൊന്ന് ഓണാക്കുവോ? ജോർജ്. ആറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? 6 എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം അല്ലേ? അപ്പൊ ആ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6ന്റെ ഡയറക്ഷനിൽ നമ്മളുടെ പോയിന്റിനെ ട്രാവൽ ചെയ്യിപ്പിക്കും. അപ്പൊ അവിടെ ഒരു ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവും. ആ ലെങ്ത്തിന്റെ ചേഞ്ച് ആണ് ലെങ്ത് എലമെന്റ്.
ഇവിടെയുള്ള ലെങ്ത് എലമെന്റ് അപ്പൊ എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഊഹം ജോർജ് തന്നെ. dr ആയിരിക്കുമോ? ഡി ആർ ആണ്, അത്രേ ഉള്ളൂ. മൈക്ക് ഓഫ് ആക്കരുത് ജോർജ്. അടുത്താണ് പ്രശ്നം, തീറ്റ. തീറ്റയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഊഹം പറഞ്ഞാൽ മതി, നമുക്ക് കറക്റ്റ് വേണമെന്നൊന്നുമില്ല. ഒരു ആംഗിളിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആംഗിളിന്റെ ഡയറക്ഷൻ ആർക്കെങ്കിലും പറഞ്ഞു ഞാൻ തരാൻ പറ്റുമോ? ഒരു ആംഗിളിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. ആംഗിളിന്റെ ഡയറക്ഷൻ ഉണ്ട്, കാരണം തീറ്റയുടെ ഡയറക്ഷൻ വെക്ടർ തീറ്റ ക്യാപ്പ് ആണ്. ആറിന്റെ ഡയറക്ഷൻ വെക്ടർ ആർ ക്യാപ്പ്, തീറ്റയുടെ ഡയറക്ഷൻ വെക്ടർ തീറ്റ ക്യാപ്പ്. അപ്പൊ ഈ തീറ്റ ക്യാപ്പ് ഉണ്ട്. ഒരു ആംഗിളിന്റെ ഡയറക്ഷൻ വെക്ടർ അതിന്റെ ടാൻജന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ചോദിക്കാം, എവിടെയുള്ള ടാൻജന്റ്? അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ആ ടാൻജന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ തീറ്റ എടുത്തല്ലോ, തീറ്റ. ഈ തീറ്റ നമ്മളുടെ ആറിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലുള്ള ഡയറക്ഷൻ ആയിരിക്കും തീറ്റ ക്യാപ്പ്. ക്ലിയർ ആയോ? ആർ ക്യാപ്പിന്റെ ഡയറക്ഷനും തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനും. തീറ്റ ക്യാപ്പ് ടാൻജന്റ് ആണ്, നമ്മളുടെ തീറ്റ ആറിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലുള്ള ഡയറക്ഷൻ ആണ് തീറ്റ ക്യാപ്പ്. തീറ്റ ക്യാപ്പ് എടുത്തോന്ന് പറയാമോ? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണോ? അതെ, ആ ഡയറക്ഷൻ വന്നത് അതായത് എക്സ് വൈ, ഒരു പോയിന്റ് ഉണ്ട്, ഇതാണ് ആറ്, ഇതാണ് തീറ്റ. തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ, നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് എടുക്കുന്ന ആംഗിൾ ആണല്ലോ തീറ്റ. ഇവിടുന്ന് വന്നിട്ട് ഈ തീറ്റ നമ്മളുടെ ആറുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക. അതായിരിക്കും തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ആംഗിളിന്റെ ഡയറക്ഷൻ എപ്പോഴും ടാൻജന്റ് ആയിരിക്കും. മനസ്സിലായോ? മൈക്ക് ഓഫ് ആക്കരുത്, ഡൗട്ട് ഉണ്ട്, ഒരു ചോദ്യമുണ്ട്. അപ്പൊ തീറ്റ ക്യാപ്പും ആർ ക്യാപ്പും ആയി. അപ്പൊ ഞാൻ ലെങ്ത് എലമെന്റിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേരിയബിളിന്റെ ഡയറക്ഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യിക്കുക. വേരിയബിളിന്റെ ഡയറക്ഷനിൽ ഞാൻ ട്രാവൽ ചെയ്യിപ്പിച്ചു, തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ പോയിന്റിനെ ട്രാവൽ ചെയ്യിപ്പിച്ചു. ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ലെങ്ത് എലമെന്റ്. അതായത് ഇത് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? ഞാൻ ഇതിനെ ഇങ്ങോട്ട് വരച്ചു, ടച്ച് ചെയ്തു. അപ്പം ഇവിടെ തീറ്റയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, ആ തീറ്റയ്ക്ക് ഉണ്ടായ ചേഞ്ചിനെ ഞാൻ ഡി തീറ്റ എന്ന് വിളിച്ചു. ഇത് ആറാണ്. അങ്ങനെയാണെങ്കിൽ ഡി എൽ എന്തായിരിക്കും? ജോർജ്? അല്ലല്ല, നമുക്ക് ഒരു ഇത് ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇല്ലേ? എൽ ഈക്വൽ ടു ആർ തീറ്റ. ഇവിടെ എല്ലിന് പകരം ഡി എൽ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ആറ് തീറ്റ എന്ന് പറയുന്നത് ഡി തീറ്റ ആയിരിക്കും. സോ നമ്മളുടെ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റയാണ്. ഇത് ക്ലിയർ ആണോ? ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ സ്പെരിക്കലും സിലിണ്ടറിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേരിയബിളിന്റെ ഡയറക്ഷനിൽ നമ്മളുടെ പോയിന്റ്, ഈ പോയിന്റിനെയാണല്ലോ നമ്മൾ സ്റ്റഡി നടത്തുന്നത്, ഈ പോയിന്റിനെ മൂവ് ചെയ്യിപ്പിക്കുക. ദെൻ അവിടെ ഉണ്ടാകുന്ന ഒരു ലെങ്ത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ആണ് ലെങ്ത് എലമെന്റ്. ഇവിടെ ഉണ്ടായ ലെങ്ത്തിന്റെ ചേഞ്ച് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് റിലേഷൻ ഉപയോഗിക്കണം. ഇത് ആർ ഡി തീറ്റ എന്ന് കിട്ടും. ഓക്കെ. അപ്പം നമ്മളുടെ ഇവിടുത്തെ ലെങ്ത് എലമെന്റ് ഡി എൽ എന്ന് പറയുന്നത് കാണാതെ പഠിക്കരുത് കേട്ടോ. കാണാതെ പഠിക്കാതെ നോക്കണം. നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയുമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ വേറെ എന്തെങ്കിലും മെത്തേഡ് പറഞ്ഞു തരാം. കാണാതെ പഠിക്കരുത്. ഈ വസ്തു എന്ത് ചെയ്താൽ കാണാതെ പഠിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാതെ പഠിക്കാനുണ്ട്. അപ്പം ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഡി ആർ ഡി തീറ്റ. പ്ലെയിൻ പോളാർ സിസ്റ്റം ഓക്കെ. സ്പെരിക്കൽ പോളാർ സിസ്റ്റം. Spherical polar system. Spherical polar system നമ്മൾ
കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. എക്സ്, വൈ, ഇസഡ്. ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് 6. ഈ ആംഗിൾ ആണ് തീറ്റ. പിന്നെ നമ്മൾ ഇതിനിവിടെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. ഈ ആംഗിൾ ആണ് ഫൈ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ആക്കുക. അനുപമ എന്ന് മൈക്ക് ഓൺ ആക്കുക. നിങ്ങൾ പെട്ടെന്ന് അഞ്ജന, നിങ്ങൾ പെട്ടെന്ന് മൈക്ക് ഓൺ ആക്കുമായിരുന്നു. ഓക്കെ, ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കുക. ആരെങ്കിലും, എനിവൺ. കേൾക്കാമോ? ഓക്കെ. അഞ്ചു. ഓക്കെ. അപ്പൊ നമ്മുടെ ലെങ്ത് എലമെന്റ് പറയണം. ഇത് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇത്. ഇവിടെ നമ്മൾ പോയിന്റിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചു. ദെൻ ഇവിടെ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്താ? dr. ഓക്കെ, ഇനി ഇതാണ് തീറ്റ. അപ്പൊ ഞാൻ ആംഗിളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. എവിടെയുള്ള ടാൻജന്റാ അഞ്ചു? ആ ടാൻജന്റ് അല്ലല്ല, ഈ ടാൻജന്റ് നമുക്ക് എവിടെ എടുക്കേണ്ടത്? ഈ ടാൻജന്റ് ആണോ? ഞാനിപ്പോ ഒരു ടാൻജന്റ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ആംഗിൾ ആറിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അവിടുത്തെ ടാൻജന്റ്. ഇതാണ് ഇവിടുത്തെ തീറ്റ ക്യാപ്പ്. ദെൻ ഈ തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ഇവിടെ ഒരു ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവും. ഈ ലെങ്ത്തിന്റെ ചേഞ്ച് ആണ് കണ്ടെത്തേണ്ടത്. ആ ലെങ്ത്തിന്റെ ചേഞ്ച് കണ്ടെത്താൻ വേണ്ടി ആർക്ക് ലെങ്ത്തിന്റെ റിലേഷൻ ഉപയോഗിക്കണം. ഇവിടെ ഒരു ആംഗിളിന് വ്യത്യാസം ഉണ്ടാകുന്നത് ഡി തീറ്റ ആണെന്ന് കരുതുക. സോ ഈ ഡി എൽ എന്തായിരിക്കും? ആർ ഡി തീറ്റ. ഓക്കെ, ഇത് ആർ ഡി തീറ്റ ആണ്. ഇനി മൂന്നാമത്തത് ഫൈ. ഇതാണ് ഫൈ എന്ന് പറയുന്ന ആംഗിൾ. ഇതെന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ്. ആർ സൈൻ തീറ്റയും എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. ദെൻ ഫൈയുടെ ഡയറക്ഷനിൽ, ഇതാണ് ഫൈയുടെ ഡയറക്ഷൻ. ഫൈയുടെ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ ഒരു ഡി എൽ എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് ഡി ഫൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡി എൽ എന്തായിരിക്കും? ആർ സൈൻ തീറ്റ ഡി ഫൈ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയോ. ആർ സൈൻ തീറ്റ ഡി ഫൈ. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ഇനി ഇഷ്ടം പോലെ ആവശ്യമുള്ളതാണ്. ഇലക്ട്രോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ഈ സാധനങ്ങൾ ഉണ്ടാവും. കാണാതെ പഠിച്ചാൽ എനിക്കതിനോട് താല്പര്യമില്ല. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഓക്കെ, സിലിണ്ടറിക്കൽ സിസ്റ്റം. അഞ്ചു തന്നെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അഞ്ചു. ഓക്കെ, സിലിണ്ടറിക്കൽ സിസ്റ്റം. എക്സ്, വൈ, ഇസഡ്. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ ഒരു പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് എക്സ്. എക്സ് അല്ല, എന്തായിരുന്നു? ആർ. കറസ്പോണ്ടിങ് ഇസഡ് ഇന്റർസെപ്റ്റ് ആണ് ഇസഡ്. പിന്നെ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ആലോചിക്കണേ. സാർ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചാൽ മതി. സാധാരണ പുസ്തകത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുവാണ്. ഇപ്പൊ പ്രൊജക്ഷൻ എടുത്താലും വലിയ കുഴപ്പം ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പ്രൊജക്ഷൻ എടുക്കുന്നതും റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ. പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഈ ലെങ്ത് മാറും, പക്ഷെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ ലെങ്ത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഈ ആംഗിൾ ആണ് ഫൈ. ഓക്കെ, അഞ്ചു തന്നെ ഇതിന്റെ ലെങ്ത് എലമെന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഡി ആർ ഡി ഇസഡ്.
ഫൈയുടെയോ? R d5 ഇത്രേ ഉള്ളൂ. ഫൈയുടെ മാത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈ, ഇതാണ് ഫൈയുടെ ഡയറക്ഷൻ. അപ്പോൾ ഫൈയുടെ ഡയറക്ഷനിൽ നമ്മൾ പോയിന്റിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇവിടെ ഒരു ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവും dl. ആ dl കണ്ടെത്തണം, അത്രേ ഉള്ളൂ. ആ dl കണ്ടെത്താൻ ഇത് dl, ഇത് r, ഈ ചെറിയ ചേഞ്ചിനെ d5 എന്ന് വിളിക്കും. ദെൻ dl ഈക്വൽ ടു r d5. l ഈക്വൽ ടു r തീറ്റ എന്ന് പറഞ്ഞ റിലേഷൻ, l ഈക്വൽ ടു r തീറ്റ. ഇത്രേ ഉള്ളൂ, ലെങ്ത് എലമെന്റ് ഇത്രേ ഉള്ളൂ. ഞാനിത് ഇത്രയും സ്ലോ ആക്കി പറഞ്ഞു തരാൻ കാരണം ഇത് മനസ്സിലാക്കണം കേട്ടോ, കാണാതെ പഠിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഇഫ് എനിക്ക് അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇലക്ട്രോഡൈനാമിക്സിലെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ വസ്തുക്കളൊന്നും ഇല്ലാതെ ചെയ്യൽ നടക്കില്ല. പിന്നെ ചെയ്യൽ നടക്കും, ഓരോ പ്രോബ്ലം കാണാതെ പഠിക്കണം. ഓക്കെ. ദെൻ ഇനി അടുത്തത് ഏരിയ എലമെന്റ് ആണ്. ഏരിയ എലമെന്റ് ഞാൻ അതിനു മുമ്പ് വേറൊരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. ഈ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? ലെങ്ത് എലമെന്റ് വെക്ടർ ആണ്, കാരണം അതിന് ഡയറക്ഷൻ ഉണ്ട്. dr എന്ന് പറയുന്നത് r ക്യാപ്പിന്റെ ഡയറക്ഷനിലാണ്. r d തീറ്റ എന്ന് പറയുന്നത് തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ അതിന് ഡയറക്ഷൻ ഉണ്ട്. ഇപ്പൊ ലെങ്ത് എലമെന്റ് ഒരു സ്കെയിലാർ ആണ്. എന്റെ ചോദ്യം ഇതാണ്, ലെങ്ത് എലമെന്റ് വലിയ പ്രശ്നമില്ല. ഏരിയ എലമെന്റ് dA അത് വെക്ടർ ആണോ സ്കെയിലാർ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞു തന്നാൽ മതി, എന്താണെങ്കിലും കുഴപ്പമില്ല, എത്ര തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ഏരിയ എലമെന്റ് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? വെക്ടർ. എന്തുകൊണ്ടാ? ഐ മീൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? ലെങ്ത് എലമെന്റ് വെക്ടർ ആയോ? ലെങ്ത് എലമെന്റ് വെക്ടർ ആയതുകൊണ്ട് ഏരിയ എലമെന്റ് വെക്ടറാ? അതുകൊള്ളാലോ. ഏരിയ എലമെന്റ് ഏരിയ എലമെന്റ് വെക്ടർ ആണ്. അത് ലെങ്ത് എലമെന്റ് വെക്ടർ ആയതുകൊണ്ട് ഏരിയ എലമെന്റ് വെക്ടർ എന്നല്ല പറയുക. ഫോർ എക്സാമ്പിൾ, ക്യൂബ്. ക്യൂബിന് 6 സർഫസസ് ഉണ്ട്, 6 ഏരിയാസ് ഉണ്ട്. അതിൻ്റെ ഓരോ ഏരിയ പറയുമ്പോഴും നമ്മൾ അതിന് ഡയറക്ഷൻ കൊടുക്കും. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അകത്തു നിന്ന് പുറത്തേക്കായിരിക്കും. അതായത് ഈ മുകളിലത്തെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഞാൻ അതിനെ ഇസഡ് ക്യാപ്പ് എന്ന് വിളിച്ചാൽ എക്സ് വൈ ഇസഡ്, മുകളിലേക്കുള്ളതിനെ ഇസഡ് ക്യാപ്പ് എന്ന് വിളിച്ചാൽ ക്യൂബിന്റെ മുകളിലത്തെ സർഫസ് ഇസഡ് ക്യാപ്പിലായിരിക്കും പോയിന്റ് ചെയ്യുക. അതേപോലെ ഈ സർഫസ് എടുത്താൽ ഇത് ഇങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അതായത് ഏരിയ എലമെന്റ് ഒരു ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. അത് എപ്പോഴും അകത്തു നിന്ന് പുറത്തേക്കായിരിക്കും ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ. ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ എങ്ങോട്ട് വരച്ചാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു സിലിണ്ടറിന്റെ ഒരു സൈഡ്, ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും. അതേപോലെ ഇപ്പുറ സൈഡിന്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഏരിയ വെക്ടർ ചോദിച്ചാൽ അതിന്റെ ഏരിയ വെക്ടർ ഓരോ പോയിന്റിലും പുറത്തേക്കായിരിക്കും. ഇവിടെ ഒരു ഏരിയ വെക്ടർ ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു ഏരിയ വെക്ടർ ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു, അതായത് ഓരോ പോയിന്റിലും പുറത്തേക്കായിരിക്കും. ഇതിന്റെ പിന്നെ എല്ലാ പോയിന്റിന്റെ ഡയറക്ഷൻ സെയിം അല്ലേ, ഇങ്ങോട്ടല്ലേ? അതേപോലെ ഇതിന്റെ എല്ലാ പോയിന്റിന്റെ ഡയറക്ഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ, ഏരിയ എലമെന്റ് ഒരു വെക്ടർ ആണ്. ഇനി ഏരിയ എലമെന്റ് എങ്ങനെ കിട്ടും? ഏരിയ എലമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് 3 ഡയറക്ഷൻ ഉണ്ട്. എക്സ് ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ഉണ്ട്, വൈ ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ഉണ്ട്, ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഡയറക്ഷൻ ഉണ്ട്.
ദെൻ നിങ്ങൾക്ക് ഏരിയ എലമെന്റ് ഡി എ എന്ന് പറയുന്നത് 3 ഡയറക്ഷനിലും ഉണ്ടാവും. അപ്പം എക്സ് ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് വൈ ക്യാപ്പിന്റെയും ഇസഡ് ക്യാപ്പിന്റെയും ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. വൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എക്സ് ക്യാപ്പിന്റെയും ഇസഡ് ക്യാപ്പിന്റെയും ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ഡി എക്സ് ഡി ഇസഡ്. ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള അയ്യോ തെറ്റിപ്പോയോ, ഓക്കെ ഒരു മിനിറ്റ്. വൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ്. വൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എപ്പോഴാണ് കിട്ടുന്നത്? എക്സ് ക്യാപ്പിന്റെയും ഇസഡ് ക്യാപ്പിന്റെയും ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി എക്സ് ഡി വൈ. ഓക്കെ. ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് കിട്ടാൻ എക്സ് ക്യാപ്പിന്റെയും വൈ ക്യാപ്പിന്റെയും ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി എക്സ് ഡി വൈ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഏരിയ എലമെന്റ് ഇങ്ങനെ കിട്ടുക. സെക്കൻഡ് വൺ ഡി എക്സ് ഡി സെഡ് എന്നല്ലേ വരണ്ടേ? അതെ, ഡി എക്സ് ഡി സെഡ്. താങ്ക് യു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, എനിക്ക് അങ്ങനത്തെ കുറച്ച് തെറ്റ് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പ്ലെയിൻ പോളാർ സിസ്റ്റത്തിൽ ഏരിയ എലമെന്റ് സാധാരണ പറയില്ല. എന്തുകൊണ്ട് പറയില്ല എന്ന് ചോദിച്ചാൽ പ്ലെയിൻ പോളാർ സിസ്റ്റം ഒരു 2D ആണ്. അതിൽ ഏരിയ എലമെന്റ് നിങ്ങൾക്ക് പറയാം, പക്ഷെ അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ പ്ലെയിൻ പോളാർ സിസ്റ്റം ഇല്ലേ, ഈ പ്ലെയിൻ പോളാർ സിസ്റ്റത്തിന്റെ 3D പിക്ചർ ആണ് സ്പെരിക്കൽ പോളാറും സിലിണ്ടറിക്കലും. അത് പ്ലെയിൻ പോളാറിൽ നിന്നാണ് സിലിണ്ടറിക്കലും സ്പെരിക്കൽ പോളാറും ഉണ്ടാവുന്നത്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്ലെയിൻ പോളാർ 2D പിക്ചർ. അപ്പൊ നമ്മൾ പ്ലെയിൻ പോളാറിന്റെ ഏരിയ വെക്ടർ തൽക്കാലം പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പക്ഷെ ഡയറക്ഷൻ കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ കാണിക്കാൻ ഒരു ഡയറക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലെയിൻ പോളാറിന്റെ ഏരിയ എലമെന്റ് പറയില്ല. സ്പെരിക്കൽ പോളാർ. നീരജ മൈക്കൊന്ന് ഓണാക്കുവോ? ഹലോ. ഓക്കെ, കേൾക്കാം. സ്പെരിക്കൽ പോളാറിൽ നമ്മളുടെ വേരിയബിൾസ് ഏതൊക്കെയാ? ആർ തീറ്റ ഫൈ. ഡയറക്ഷൻ വെക്ടേഴ്സോ? ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ്, അതാണ് അതിന്റെ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് അറിയണം. ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് നമുക്ക് എങ്ങനെ കിട്ടും? നീരജ? ഡി തീറ്റ ഡി ഫൈ. ഇതിലൊരു തെറ്റുണ്ട്, കാരണം ലെങ്ത് എലമെന്റ് എന്താ? ലെങ്ത് എലമെന്റ്സ് ഒക്കെ പറഞ്ഞേ സ്പെരിക്കൽ പോളാറിലെ. ഡി ആർ ആർ സൈൻ തീറ്റ ഡി ഫൈ. ഡി ആർ ആർ ഡി തീറ്റ ഇല്ലേ? ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ. അപ്പൊ നമുക്ക് ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള കിട്ടണമെങ്കിൽ ഇത് രണ്ടും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അത് രണ്ടും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. മനസ്സിലായോ? അപ്പൊ തീറ്റ ക്യാപ്പ് എന്ന് പറ. തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ്. വേഗം. എന്താണ് ഇത്ര പാട്? തീറ്റ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആകുമ്പോൾ ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റും ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റും, അതായത് ഡി ആറും ആർ സൈൻ തീറ്റ ഡി ഫൈ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആർ സൈൻ തീറ്റ ഡി ആർ ഡി ഫൈ തീറ്റ ക്യാപ്പ്. ഇനി ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള എന്ന് പറഞ്ഞേ നീരജ. ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. ആർ ഡി തീറ്റ ഡി ആർ. ആർ ഡി തീറ്റ ഡി ആർ, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കാരണം ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ കിട്ടണമെങ്കിൽ ബാക്കി രണ്ട് ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഏരിയ എലമെന്റ്. നീരജ മൈക്ക് ഓഫ് ആക്കരുത്. അടുത്തത് സിലിണ്ടറിക്കൽ സിസ്റ്റം. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലെ വേരിയബിൾസ് ഏതൊക്കെയാ? ആർ ഫൈ ഇസഡ്.
R5Z തെറ്റിപ്പോയി. ഓക്കെ, R5Z. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലെ ചില പുസ്തകത്തിൽ ആറിന് പകരം റോയ് ആയിരിക്കും കേട്ടോ. ആറിന് പകരം റോയ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സാർ അങ്ങനെയാണോ പഠിപ്പിക്കാന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞാൽ ആറിന് പകരം റോയ് ആയിരിക്കും. ചില പുസ്തകത്തിൽ ആറായിരിക്കും, ചില പുസ്തകത്തിൽ റോ എന്നായിരിക്കും. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് ആർ ക്യാപ്പ്, ഫൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ്. ഇതിന്റെ ലെങ്ത് എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? DR, R, D, ഫൈ, DZ. ഞാൻ തീറ്റയാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? ഒരു മിനിറ്റ്, തീറ്റയാണോ ഞാൻ പറഞ്ഞു? അല്ലല്ലോ, ഫൈ അല്ലേ പറഞ്ഞു തന്നെ, എനിക്ക് ഓർമ്മയില്ല. അത് ഇതിനിപ്പോ ഇടയ്ക്കുള്ള ഈ പോയിന്റിനെ തീറ്റ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇൻ ജനറലി R5Z എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് തീറ്റ എന്ന് വിളിക്കണമെങ്കിൽ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഏരിയ എലമെന്റ് പറയണം. 3 ഏരിയ എലമെന്റ് ഉണ്ടാവും. ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഏരിയ എലമെന്റ് ഉണ്ടാവും, ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഏരിയ എലമെന്റ് ഉണ്ടാവും, ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഏരിയ എലമെന്റ് ഉണ്ടാവും. ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള പറഞ്ഞു തരുമോ നീരജ? R D phi DZ. ഓക്കെ, ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലോ? DR DZ. ഇസഡ് ക്യാപ്പിന്റെ ഡയറക്ഷനിലോ? R D phi DR. ഓക്കെ, ഞാൻ തിരിച്ചെഴുതി R DR D phi. ഇത്രേ ഉള്ളൂ. ഓക്കെ, മൈക്കോ ഫൈക്ക. ഇപ്പൊ ഏരിയ എലമെന്റ് മനസ്സിലായല്ലോ എങ്ങനെയാ വരിക എന്ന്. ഞാൻ ഇത് ഇങ്ങനെ ഇത്രയും സ്പീഡ് കുറച്ച് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് ഇത് വെച്ച് പ്രോബ്ലംസ് കുറേ ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിക്കാൻ പോയാൽ നല്ല പാടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്തിരുന്നൂടെ? ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തത് വോളിയം എലമെന്റ്. വോളിയം എലമെന്റിനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് ഡീട്ടോ എന്നായിരിക്കും, അല്ലെങ്കിൽ DV എന്നായിരിക്കും. വോളിയം എലമെന്റിന് ഡയറക്ഷൻ ഇല്ല, സ്കെയിലർ ആണ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ വോളിയം എലമെന്റ് കിട്ടാൻ വേണ്ടി 3 ലെങ്ത് എലമെന്റും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ വോളിയം എലമെന്റ് DX, DY, DZ ആണ്. പ്ലെയിൻ പോളാറിന് വോളിയം ഇല്ലല്ലോ, 2D അല്ലേ. സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ വോളിയം എലമെന്റ് എന്തായിരിക്കും? 3 ലെങ്ത് എലമെന്റും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക: R² sin θ DR dθ dφ അല്ലേ? R² sin θ DR dθ dφ. ഓക്കെ, സിലിണ്ടറിക്കലിലെ വോളിയം എലമെന്റ് എന്ന് പറയുന്നത് R DR dφ dz. ഇത്രയേ ഉള്ളൂ വോളിയം എലമെന്റ്. ഇവിടം വരെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും ഓക്കെ. ഡെൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ലെങ്ത് എലമെന്റ് എഴുതിയില്ലേ? ലെങ്ത് എലമെന്റ് ഒരു മെട്രിക് ടേം എന്ന് പറഞ്ഞൊരു ഇത് നിങ്ങൾ എവിടെയെങ്കിലും കാണും. മെട്രിക് ടേം. ഈ മെട്രിക് ടേം എന്ന് പറഞ്ഞാലേ നമ്മളുടെ ലെങ്ത് എലമെന്റിൽ വേരിയബിളിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റിനാണ് മെട്രിക് ടേം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ ലെങ്ത് എലമെന്റ് DX-ഉം DY-യും DZ-ഉം അല്ലേ? ഇതിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് 1 ആണ്. 1 1 1. അപ്പൊ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ മെട്രിക് ടേം എന്ന് പറയുന്നത് 1 1 1 ആണ്. പ്രത്യേകിച്ച് ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ. മെട്രിക് ടേം കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ മെട്രിക് ടേം എന്ന് പറയുന്നത് 1 1 1 ആണ്. അതായത് ഇതിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് DX-ന്റെ കൂടെ ഇവിടെ വേറെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് 1 എന്ന് ഇടാമല്ലോ. 1 × DX, 1 × DY, 1 × DZ. ദെൻ പ്ലെയിൻ പോളാർ സിസ്റ്റത്തിലെ മെട്രിക് ടേം ഏതൊക്കെയാ? പ്ലെയിൻ പോളാർ സിസ്റ്റത്തിലെ ലെങ്ത് എലമെന്റ് എന്ന് പറയുന്നത്
ഡി ആറും ആർ ഡി തീറ്റയാണ്. ദെൻ ഇവിടുത്തെ മെട്രിക് ടൈം ഡി ആറിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് 1, ഡി തീറ്റയുടെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് 6. ഇവിടുത്തെ മെട്രിക് ടൈം ഇത് രണ്ടുമാണ്. അതേപോലെ സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിലെ മെട്രിക് ടൈംസ് ഏതൊക്കെയായിരിക്കും? 1, 6, ആർ സൈൻ തീറ്റ. സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലെ മെട്രിക് ടൈംസ് ഏതൊക്കെയായിരിക്കും? 1, 6, 1. ഓക്കെ. ദെൻ അടുത്തത്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മെട്രിക് ടൈം ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ജസ്റ്റ് അടുത്തതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ നിർത്താം. ഡെൽ ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾക്ക് ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, കേള്, പിന്നെ ലാപ്ലേഷ്യൻ, 4 ടൈപ്പ് ഡെൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ മെട്രിക് ടേമിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് H1, H2, H3 എന്നാണ്. H1, H2, H3. ഓക്കെ. ഇവിടെ H11, H21, H31. ഇവിടെ H11, H2R, അത് രണ്ടേ ഉള്ളൂ. ഇവിടെ H11, H2R, H3R സൈൻ തീറ്റ. ഇതാണ് മെട്രിക് ടൈം. അതായത് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് H1, H2, H3 എന്നാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഡെൽ ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾക്ക് 4 ടൈപ്പ് ഡെൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഡെൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അഞ്ചു. ഗ്രേഡിയന്റ് ഒരു ഡെൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ കേൾ ഒരു ഡെൽ ഓപ്പറേറ്റർ ആണ്. ഡൈവർജൻസ് ഒരു ഡെൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ലാപ്ലേഷ്യൻ. ഇത് നിങ്ങൾ പഠിപ്പിച്ചോ? ഇല്ല, ലാപ്ലേഷ്യൻ പഠിപ്പിച്ചില്ല. അല്ല, ബാക്കി അത് നേരത്തെ മാത്സ്. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? ഫസ്റ്റ് ഇയേഴ്സ്. ഓക്കെ. ഇത് മൂന്നുമാണ് ഡെൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ. നമ്മൾ ഗ്രേഡിയന്റ് സ്കെയിലാർ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഗ്രേഡിയന്റ് എടുക്കുക. നമുക്ക് കിട്ടുക, ഗ്രേഡിയന്റ് എടുത്തതിന് ശേഷം കിട്ടുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 5 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഇത് സ്കെയിലാർ ആണ്. ഇതിൽ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽ 5 ആണ്. ഇത് വെക്ടർ ആയിരിക്കും. ഗ്രേഡിയന്റിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഡൈവർജൻസ് എടുക്കുന്നത് നമ്മൾ വെക്ടറിലായിരിക്കും, കിട്ടുക സ്കെയിലാർ ആയിരിക്കും ഡൈവർജൻസ് എടുത്തതിന് ശേഷം. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിൽ ഡൈവർജൻസ് എടുത്താൽ ഡെൽ ഡോട്ട് എ ആയിരിക്കും. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് രണ്ട് വെക്ടർ എ ഡോട്ട് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുക സ്കെയിലാർ ആണ്. അത്രേ ഉള്ളൂ. കേള് നിങ്ങൾ എടുക്കുന്നത് വെക്ടറിലാണ്, നിങ്ങൾക്ക് ആൻസർ കിട്ടുക വെക്ടർ ആയിരിക്കും. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിൽ കേൾ എടുത്താൽ ഡെൽ ക്രോസ് എ. ലാപ്ലേഷ്യൻ നിങ്ങൾ എടുക്കുന്നത് സ്കെയിലാറിലാണ്, ആൻസറും സ്കെയിലാർ ആയിരിക്കും. 5 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ലാപ്ലേഷ്യൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡെൽ സ്ക്വയർ 5 ആണ്. ഓക്കെ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത ദിവസം ഒരു കാര്യം കൂടി എഴുതരാം, ലാസ്റ്റ് ഫൈനൽ. അല്ലേ വേണ്ട, എഴുതുന്ന പാടായിരിക്കും. ഓക്കെ, നമുക്കെന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത്ര സ്ലോ ആയിട്ടാണോ ബാക്കിയുള്ളവർ ക്ലാസ് എടുക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ബോറാണെങ്കിൽ ഞാൻ ഇത്രയും പയ്യെ എടുത്തത് നിങ്ങൾക്ക് ബോറാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സ്പീഡാക്കാം. പിന്നെ ഈ ഭാഗം പതിയെ തന്നെ എടുക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ഫിസിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഡിഫറൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും വെക്ടർ ഇത് ഡെൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ അറിയില്ല. അതറിഞ്ഞാലേ നമുക്ക് പല പ്രോബ്ലംസും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എനിക്ക് നിങ്ങൾ
ഒരു ഫീഡ്ബാക്ക് തന്നാൽ കൊള്ളായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ക്ലാസ് എടുത്തത് എനിക്ക് ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്ക് നൽകുവാണെങ്കിൽ പേഴ്സണലി അയച്ചാൽ മതി, എൻ്റെ നമ്പറിൽ പേഴ്സണലി അയച്ചാൽ മതി. നല്ലതായിരുന്നു. ഓക്കെ, ദെൻ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് ഓക്കെ.